എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഈ ചാനലിലോട്ട് സബ്സ്ക്രൈബേഴ്സ് വരുന്നത് ഈ ഷോർട്സ് സ്ക്രോൾ ചെയ്ത് ആ ഷോർട്സ് ഇഷ്ടപ്പെടുമ്പോഴായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ചാനലിൽ 0 സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ ലോങ് വീഡിയോ ഇടുന്നത് ഒരു മണ്ടത്തരല്ലേ? ഇപ്പോൾ കറൻറ്റ്ലി വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചാനലിൽ 0 സബ്സ്ക്രൈബേഴ്സ്. ഇതിന് മുന്നേ ഇട്ട ലോങ് വീഡിയോയിൽ ഒറ്റ വ്യൂ മാത്രമേ ഉള്ളൂ. ആ വ്യൂ എൻ്റെയാണ്. അപ്പോൾ ഞാൻ കരുതി ഒരു പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യാം. എനിക്കറിയത്തില്ല ഇത് എത്ര പേര് കാണുമെന്ന്. അപ്പോൾ സീരീസിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ S5. അതായത് എൻ്റെ 5th സെമിസ്റ്ററാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നടന്നല്ല, ഏകദേശം തീർന്നു. എനിക്ക് 10 ദിവസം കഴിയുമ്പോൾ എക്സാമാണ്. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, ഈ 10 ദിവസവും ഞാൻ പഠിക്കുന്നത് റെക്കോർഡ് ചെയ്തിട്ട് ലോങ് വീഡിയോ ആയിട്ട് ഇടാം. ഒരു സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്തപ്പോൾ ലോങ് വീഡിയോ ഒക്കെ ആരെങ്കിലും കാണുമെന്ന് ചോദിക്കുന്നുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു മോട്ടിവേഷന് വേണ്ടിയിട്ടാണ് ഞാനിത് ഷൂട്ട് ചെയ്യണേ. കഴിഞ്ഞ 4 സെം ഞാൻ എക്സാമിൻ്റെ തലേ ദിവസം പഠിക്കാനിരിക്കും. ആ പഠിച്ചതെല്ലാം പിന്നെ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ മറന്നു. കാരണം ഫുള്ള് ഉറങ്ങാണ്ടിരുന്നാണല്ലോ പഠിക്കുന്നത്. ഇതൊന്നും തലയിൽ കയറില്ല. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, കുറച്ച് നേരത്തെ, അതായത് ഈ 10 ദിവസം മുന്നേ പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഈ 5 തിയറി കോഴ്സിൻ്റെ എക്സാമും ഇതിൻ്റെ ഇടയ്ക്കൂടെ ഈ 10 ദിവസത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് വൈവ എക്സാമും വരുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ പഠിക്കുന്നതും എല്ലാം ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിൽ അപ്പം അതിൻ്റെ ഒരു മോട്ടിവേഷൻ കാരണം ഞാൻ പഠിക്കുമല്ലോ. അങ്ങനെ ഞാനൊരു ബുക്കും ലാപ്ടോപ്പും സാധനങ്ങളെല്ലാം എടുത്ത് ലൈബ്രറി ചെന്നിരിക്കുകയാണ്. പഠിത്തം തുടങ്ങി. ചുറ്റും എല്ലാവരും പഠിക്കുന്ന കാണുമ്പോൾ പഠിക്കാൻ തോന്നും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ചെന്നിരുന്നത്. എക്സാം പ്രിപ്പറേഷൻ്റെ ആദ്യത്തെ കടമ്പ എന്താണ്? എനിക്കെന്ന് വെച്ചാൽ ടൈം ടേബിൾ വരണം. ടൈം ടേബിൾ അപ്പം കോളേജ് വരെ മെയിൽ അയച്ച് തന്നു. അതൊരു പേപ്പറിലോട്ട് എഴുതിയെടുക്കണം. ഏതൊക്കെ സബ്ജക്റ്റാണ് എക്സാം അതറിയണം. എന്നാലല്ലേ ഒരു ബുദ്ധിപരമായി നമുക്ക് നീങ്ങാൻ പറ്റത്തുള്ളൂ. ആദ്യത്തെ സബ്ജക്റ്റ് പഠിച്ച് തീർക്കണം എന്നൊക്കെയാണ് മൈൻഡിൽ. എല്ലാ പ്രാവശ്യവും തലേന്നേ പഠിക്കാറുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം നമ്മളങ്ങനെ ചെയ്യില്ല. അങ്ങനെ ടൈം ടേബിളെല്ലാം എഴുതിയെടുത്തു. അങ്ങനെ ഫസ്റ്റ് ഞാൻ പഠിക്കാനിരുന്നത് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിനകത്ത് മുഴുവൻ പ്രോബ്ലം സോൾവിങ് ഒക്കെയാണ്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ട് ലാപ്ടോപ്പിൽ ടെക്സ്റ്റിൻ്റെ PDF ഒക്കെ എടുത്ത് ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്തു. എനിക്ക് സ്റ്റഡി വ്ളോഗ്സൊക്കെ എടുക്കുന്ന ഇഷ്ടം. ഞാൻ സ്റ്റഡി വ്ളോഗ്സ് കാണാറുണ്ട്. അത് കാണുമ്പോൾ പഠിക്കാനൊരു മോട്ടിവേഷൻ കിട്ടാറുണ്ട്. അപ്പം സ്റ്റഡി വ്ളോഗ്സ് എടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ ആ വീഡിയോ ഓണാക്കി വെക്കുമ്പോൾ ഒരിതുണ്ടല്ലോ, ആ ഒരു മോട്ടിവേഷനും കിട്ടാറുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വർത്താനം പറയണോ അതോ മ്യൂസിക്കാണോ ഇടുന്നത് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പം എനിക്ക് ഇത്രയും 10-15 മിനിറ്റ് സംസാരിക്കാനൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് നേരം വർത്താനം നിർത്താം അല്ലേ? സംസാരം നിർത്തുന്നതിന് ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ വിചാരിക്കുമൊക്കെ സ്റ്റഡി വ്ളോഗാണ്, പഠിക്കുന്ന കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഫുള്ള് കൈയാണല്ലോ കാണുന്നതെന്ന്. സംഭവം എന്ന് വെച്ചാൽ എക്സാം സീസൺ ആണെങ്കിൽ ലൈബ്രറി കുറച്ച് ക്രൗഡഡാണ്. അപ്പം അവിടെ ചുറ്റും പിള്ളേരിരിക്കുമ്പോൾ അവരുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് ഞാൻ പഠിക്കുന്ന കാണിക്കാനും പിന്നെ ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് വരാനും ഒക്കെ എൻ്റെ ഒരു മടി കാരണം ഞാൻ ആ വീഡിയോ എടുക്കുന്നത് ആരും കാണാണ്ടൊരു സൈഡിലോട്ട് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ചില സമയത്ത് കൈ ഇങ്ങനെ ക്യാമറയുടെ ഉള്ളിലോട്ട് വരുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നത്.
ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ആണല്ലോ പഠിക്കാനെടുത്തത്. അതിൻ്റെ ആദ്യം എടുത്ത ചാപ്റ്ററിൻ്റെ എക്സാമ്പിൾസും എക്സസൈസും ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്ത് അത് കുറച്ച് സിമ്പിളായിരുന്നു. കുറച്ച് സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതെല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ 2 സീനിയേഴ്സ് ചായ കുടിക്കാൻ പോകുന്നത് കണ്ടത്. അപ്പം ഞാനങ്ങനെ ചായ കുടിക്കാറില്ല, എന്നാലും പഠിക്കാനിരിക്കുമ്പം എന്തെന്നില്ലാത്തൊരിതാണല്ലോ. ആരെങ്കിലും എവിടെയെങ്കിലും പോകുന്ന കണ്ടു കഴിഞ്ഞാൽ കൂടെ പോകണം. അങ്ങനെ ഞാൻ എല്ലാം മടക്കി വെച്ചിട്ട് അവരുടെ കൂടെ പോയി. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമൊക്കെ ആ വഴിങ്ങ് പോയെന്ന്. ഞാൻ സാധനം എല്ലാം എടുത്തുകൊണ്ട് ആ വഴി അങ്ങ് പോയിക്കഴിഞ്ഞാൽ ഞാൻ ആ വഴിക്ക് പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ടാക്റ്റിക്കലായിട്ട് എൻ്റെ സാധനം എല്ലാം ഇവിടെ വെച്ചിട്ട് അവരുടെ കൂടെ ചായ കുടിക്കാൻ പോയി. അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ പോയി അവരുടെ കൂടെ പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഒരു 7 മണിയൊക്കെ ആയി. ആ സമയമാകുമ്പോഴത്തേക്ക് ക്ലാസ് എല്ലാം കഴിഞ്ഞ് പിള്ളേർ ലൈബ്രറിയിൽ വന്നിരിക്കാൻ തുടങ്ങും പഠിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും എല്ലാം പിള്ളേരായിരുന്നു. ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവർ കാണും, അല്ലെങ്കിൽ എൻ്റെ സൈഡിൽ പിള്ളേരിരിക്കുന്നതുകൊണ്ട് ഫുൾ വീഡിയോയിൽ എൻ്റെ മുഖം വന്നില്ലെങ്കിൽ അവരുടെ മുഖം വരും. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ രാത്രി കുറച്ച് നേരം അവിടെ ഇരുന്ന് പഠിച്ചിട്ട് ഞാൻ സാധനം എല്ലാം പറക്കി ഹോസ്റ്റലിലോട്ട് പോയി. അപ്പോൾ ഇതായിരുന്നു പ്രൊജക്റ്റ് S5ൻ്റെ Day 1. ഭയങ്കര പ്രൊഡക്ടിവിറ്റി ഒന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ പ്രൊഡക്റ്റീവായിരുന്നു. ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തുള്ളൂ. അപ്പോൾ ഈ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ സിലബസ് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കുറേ കൂടെ സിലബസൊക്കെ കവർ ചെയ്യുന്ന പോലെ അടിപൊളിയാക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാ ദിവസവും വന്ന് കാണുക. ഓക്കെ, ബൈ.